ഇവർക്ക് 50 വയസ്സാണ്, ഇവർക്കും 50 വയസ്സാണ്. എന്താണ് ഇവർ തമ്മിലുള്ള പ്രധാന വ്യത്യാസം? അത് അവർ കഴിക്കുന്ന പ്രോട്ടീന്റെ അളവായിരിക്കും. ഇദ്ദേഹം ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കഴിക്കുന്നുണ്ടാവും, ഇദ്ദേഹം ആവശ്യത്തിനുള്ള പ്രോട്ടീൻ കഴിക്കുന്നുണ്ടാവില്ല. ഈ പ്രോട്ടീൻ എന്നത് നമ്മുടെ ആഹാരത്തിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരു ഘടകമാണ്. ആദ്യം തന്നെ പ്രോട്ടീനെ കുറിച്ചുള്ള ഒരു തെറ്റിദ്ധാരണ മാറ്റാം. പ്രോട്ടീൻ കഴിക്കുന്നത് മസിൽ ഉണ്ടാവാൻ വേണ്ടി മാത്രമാണെന്നാണ് പലരും വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. പ്രോട്ടീൻ എന്നത് നമ്മുടെ ഓരോ നേരത്തെ ഭക്ഷണത്തിലും ഉണ്ടാവേണ്ട അത്യാവശ്യ ഘടകമാണ്. മസിൽ ഉണ്ടാവാൻ വേണ്ടി മാത്രമല്ല കേട്ടോ, അതിന് ഒരുപാട് മറ്റു ഫങ്ഷൻസും ഉണ്ട്. ആദ്യം നമുക്ക് അത് മനസ്സിലാക്കാം. പ്രോട്ടീൻ എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ശരീരത്തിന്റെ ബിൽഡിംഗ് മെറ്റീരിയൽ ആണ്. അതായത് നമ്മുടെ ശരീരം ഒരു വീടാണെന്ന് വിചാരിക്കാം. ആ വീടുണ്ടാക്കാൻ കല്ല് വേണ്ടേ? ആ കല്ലുകളാണ് പ്രോട്ടീൻ. നമ്മുടെ ശരീരത്തിലെ അവയവങ്ങളെല്ലാം, അതായത് നഖം, മുടി തുടങ്ങിയവയെല്ലാം നിർമ്മിക്കുന്നത് പ്രോട്ടീൻ കൊണ്ടാണ്. അടുത്ത ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ദിവസത്തെ എല്ലാ ജോലികളും ചെയ്യാൻ ഈ പ്രോട്ടീൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. നമുക്ക് ഓടാനും നടക്കാനും ഇരിക്കാനും ഒക്കെ നല്ല മസിലുകൾ വേണം അല്ലെ? ഈ മസിലുകൾ ഉണ്ടാകാനുള്ള ഒരു പ്രധാന ഘടകം പ്രോട്ടീനാണ്. നമുക്ക് കാറിൽ നിന്ന് സുഖമായിട്ട് ഇറങ്ങാൻ പറ്റുന്നുണ്ട്, സുഖമായിട്ട് സ്റ്റെപ്പ് കയറാൻ പറ്റുന്നുണ്ട്, നമ്മുടെ കൈകളിൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ പിടിച്ച് നടക്കാൻ പറ്റുന്നുണ്ട്. ഇതിനെല്ലാം നമ്മുടെ ശരീരത്തിലെ മസിലുകൾ നല്ല രീതിയിൽ പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാനെല്ലാം പ്രോട്ടീൻ അത്യാവശ്യമാണ്. അടുത്തൊരു കാര്യം പറയുന്നത്, നമുക്ക് എങ്ങനെ പ്രായമാകണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഭക്ഷണത്തിലെ പ്രോട്ടീന്റെ അളവാണ്. അത് വല്ലാതെ അതിനെ സ്വാധീനിക്കുന്നുണ്ട്. ആദ്യം കാണിച്ച പിക്ചർ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവൂലേ? 50 വയസ്സുള്ള 2 പേര്, ഒരാൾ നല്ല രീതിയിൽ പ്രോട്ടീൻ കഴിച്ചു, ഒരാള് വളരെ കുറഞ്ഞ രീതിയിൽ പ്രോട്ടീൻ കഴിച്ചു. അവര് 50 വയസ്സായപ്പോഴേക്കും അവരുടെ ശരീരത്തിൽ വരുന്ന ഒരു മാറ്റം നോക്കൂ. നമുക്കറിയാം അല്ലെ, ഒരു 30 വയസ്സ് കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ശരീരത്തിലെ മസിലുകൾ ലോസ് ആയി തുടങ്ങുന്നുണ്ട്. അതായത് മസിൽ ശോഷിച്ചു തുടങ്ങുന്നുണ്ട്. ഒരു 60 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് അതിന്റെ വേഗത കൂടുന്നുണ്ട്. ഇത് നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എല്ലാവർക്കും ഇത് സംഭവിക്കും. നമുക്കത് സ്റ്റോപ്പ് ചെയ്ത് നിർത്താനൊന്നും പറ്റില്ല. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അതിന്റെ വേഗത കുറയ്ക്കാൻ പറ്റും. ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ എല്ലാ ദിവസവും എല്ലാ നേരവും കഴിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പാക്കണം. അതിന്റെ കൂടെ സ്ട്രെങ്ത് ട്രെയിനിങ് എക്സസൈസുകൾ കൂടി ചെയ്യണം. ഇനി പലർക്കും ഉള്ള സംശയമാണ്, ഞാൻ എത്ര പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കണം? എന്തെല്ലാം കഴിച്ചാൽ എനിക്ക് ഈ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഒക്കെ കിട്ടും? നിർബന്ധമായിട്ടും ഞാൻ കഴിക്കേണ്ട പ്രോട്ടീനുകൾ ഏതൊക്കെയാ? ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവും അല്ലേ? അപ്പൊ നിങ്ങൾ നിർബന്ധമായിട്ടും കഴിക്കേണ്ട 4 പ്രോട്ടീനുകളെ റാങ്ക് വെച്ചിട്ട് ഇന്ന് വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരാം. ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ മുർഷിദ. നിങ്ങൾക്ക് നിങ്ങളുടെ ഡയറ്റൊക്കെ പ്രോട്ടീനൊക്കെ സഫീഷ്യൻ്റ് ആയിട്ട് കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഐഫിറ്റ് പ്രോഗ്രാമിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും. ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഒരു ദിവസം നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ ഏതെല്ലാം വഴിക്ക് കിട്ടണമെന്നും എത്ര കഴിക്കണമെന്നും നമുക്ക് തന്നെ ഒരു ധാരണ വേണം. 1 കിലോക്ക് 1 ഗ്രാം എന്ന കണക്കിൽ വേണം നമ്മൾ പ്രോട്ടീൻ കഴിക്കാം. ഒരു 50 കിലോ ഉള്ള ആള് 50 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കണം. എന്നാൽ ഒരുപാട് ഹെവി ആയിട്ടുള്ള വർക്കൗട്ടുകൾ ചെയ്യുന്ന ആളൊക്കെ ആണെങ്കിൽ 1.5 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം. അതായത് 60 കിലോ ഉള്ള ആള് ഒരു 90 ഗ്രാം പ്രോട്ടീൻ കഴിക്കണം. ഒരു 60 കിലോ ഉള്ള ആളാണെങ്കിൽ 60 ഗ്രാം പ്രോട്ടീനാല്ലേ വേണ്ടത്. അപ്പൊ 3 നേരവും ഭക്ഷണം കഴിക്കുമ്പോൾ പ്രോട്ടീൻ ഉൾപ്പെടുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണത്തിൽ 20 ഗ്രാം പ്രോട്ടീൻ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം. ഇത് ഓരോരുത്തരുടെ വെയിറ്റ് അനുസരിച്ച് വ്യത്യാസമാണ് കേട്ടോ. അപ്പൊ ഈ പ്രോട്ടീൻ എന്ന് പറയുമ്പോൾ ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ട്. അതിൽ ഏറ്റവും നല്ല പ്രോട്ടീനുകൾ ഏതാണ്, ഏത് ഭക്ഷണമാണ് കഴിക്കേണ്ടത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഓരോന്നായിട്ട് പറയാം. അപ്പോൾ ഈ പ്രോട്ടീന് ഏതാണ് ഏറ്റവും മികച്ച പ്രോട്ടീൻ എന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമ്മൾ 2 കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ആദ്യത്തെ കാര്യം ബയോ അവൈലബിലിറ്റി. ഈ ബയോ അവൈലബിലിറ്റി എന്നാൽ നമ്മളൊരു പ്രോട്ടീൻ ഉള്ള ഭക്ഷണം കഴിച്ചു, അത് നമുക്ക് നമ്മുടെ ശരീരത്തിലേക്ക് അത് ഫുള്ളായിട്ട് ആഗിരണം ചെയ്യാൻ പറ്റുമോ? അതോ അതിനെയാണ് നമ്മൾ ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഈ പ്രോട്ടീൻ നമ്മൾ മുഴുവനായിട്ട് കഴിച്ചാൽ അത് ഫുള്ള് നമ്മുടെ ശരീരത്തിന് കിട്ടണമെന്നില്ല. അതായത് ഒരു മുട്ടയിലെ 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അത് ഒരു മുട്ട നമ്മൾ കഴിച്ചാൽ നമ്മുടെ ശരീരത്തിന് 6 ഗ്രാം കിട്ടുമോ? അതോ 4-5 ഗ്രാമേ കിട്ടുള്ളൂ? അതിനെയാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ 100% ബയോ അവൈലബിലിറ്റി ഉള്ള ഒരു ഫുഡ് എന്ന് പറഞ്ഞാൽ
നമ്മൾ ആ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അതിലെ എല്ലാ പ്രോട്ടീനും നമ്മുടെ ശരീരത്തിലേക്ക് തന്നെ ആഗിരണം ചെയ്യും. അതായത് ആ പ്രോട്ടീന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടും. അപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് 4 പ്രോട്ടീൻ ഫുഡിനെ കുറിച്ചാണ്. അപ്പോൾ പറയുമ്പോൾ ഈ ബയോ അവൈലബിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ കൂടിയാണ് നമ്മൾ ഇത് പറയാൻ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ഇതിന് റാങ്കിങ് കൊടുത്തിരിക്കുന്നത്. അടുത്തൊരു വേർഡ് എന്ന് പറയുന്നത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീൻ കംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതായത് നല്ല ക്വാളിറ്റി പ്രോട്ടീൻ ആണോ എന്ന് നമ്മൾ തിരിച്ചറിയണം. അതെങ്ങനെയാ തിരിച്ചറിയാ? പറഞ്ഞു തരാം. പ്രോട്ടീൻ എന്ന് പറയുന്നത് ഒരു ചങ്ങല പോലെയാണ്. അതിൽ ഓരോരോ കണ്ണികൾ ഉണ്ടാവും. ഈ ഓരോ കണ്ണികൾ യോജിപ്പിച്ചിട്ടാണ് ഒരു ചങ്ങല ഉണ്ടാവുന്നത് അല്ലേ? അതുപോലെയാണ് പ്രോട്ടീനും. ഈ കണ്ണികളിനെയാണ് നമ്മൾ അമിനോ ആസിഡ്സ് എന്ന് പറയുന്നത്. ഈ ഓരോ കണ്ണികളും, അതായത് ഈ ഓരോ അമിനോ ആസിഡ്സും ചേർന്നിട്ടാണ് ഈ പ്രോട്ടീൻ എന്നുള്ള ചങ്ങല ഉണ്ടായിരിക്കുന്നത്. നമ്മുടെ ശരീരത്തിൽ 20 തരം അമിനോ ആസിഡുകൾ ഉണ്ട്. ഈ ഒരു 5 അമിനോ ആസിഡുകൾ ചേർന്നിട്ട് ഒരു പ്രോട്ടീൻ ഉണ്ടാവും. മറ്റ് 5 അമിനോ ആസിഡുകൾ ചേർന്ന് വേറെ പ്രോട്ടീനുകൾ ഉണ്ടാവും. ഇതിന്ന് 3 എണ്ണം, ഇതിന്ന് 2 എണ്ണം, അങ്ങനെ ചേർത്തിട്ട് വേറെ അമിനോ ആസിഡ്സ് ഉണ്ടാവും. അങ്ങനെ പലതരം പ്രോട്ടീനുകളാണ് ഉണ്ടാവുന്നത്. ഇതിലെ 9 അമിനോ ആസിഡുകൾ എസെൻഷ്യൽ അമിനോ ആസിഡ്സ് എന്നാ പറയാം. അത് നമ്മുടെ ശരീരത്തിന് വളരെ 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 പ്രധാനപ്പെട്ടതാണ്. എന്തുകൊണ്ടെന്നാൽ ഈ 9 എസെൻഷ്യൽ അമിനോ ആസിഡുകളെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അത് നമ്മൾ ശരീരത്തിൽ നിന്ന് പുറത്ത് നിന്ന് ഭക്ഷണത്തിലൂടെ മാത്രമേ അത് ഉള്ളിലേക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുകയുള്ളൂ. ബാക്കി ഈ 11 അമിനോ ആസിഡുകളും നമ്മുടെ ശരീരത്തിൽ തന്നെ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഈ 9 അമിനോ ആസിഡുകളും നമ്മൾ ഭക്ഷണത്തിലൂടെ എല്ലാ ദിവസവും കൊടുത്തില്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ഒരു ദിവസം ആവശ്യമായിട്ടുള്ള അമിനോ ആസിഡുകൾ കിട്ടിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഇത് നമ്മുടെ മസിലുകളിൽ നിന്ന് വലിച്ചെടുക്കാൻ തുടങ്ങും. എന്നിട്ട് അന്നത്തെ ദിവസം അത് ഉപയോഗിക്കും. എന്നും ഇത് തന്നെ ആവർത്തിച്ചാലോ നമ്മുടെ മസിലുകളിൽ നിന്ന് ഇതെല്ലാം ആഗിരണം ചെയ്തിട്ട് മസിൽ ശോഷിച്ചു തുടങ്ങും. മസിൽ ലോസ് ഉണ്ടാവും. മസിൽ ലൂസ് ആവൂലേ? മസിൽ ശോഷിച്ചാൽ എന്ത് പറ്റും? നമുക്ക് കാറിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല, നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പിടിച്ചിട്ട് നടക്കാൻ പറ്റില്ല. നമ്മുടെ മസിൽ വീക്കായി തുടങ്ങിയാൽ നമ്മുടെ ശരീരത്തിന്റെ പല ഭാഗത്തും വേദന വരും. നിങ്ങൾക്കറിയാം അല്ലെ, കുറച്ച് പ്രായം കൂടുമ്പോൾ എൻ്റെ ശരീരത്തിൽ പല സ്ഥലത്തും വേദന വരുന്നു എന്ന് പലരും കംപ്ലൈന്റ് പറയാറുണ്ട് അല്ലെ. അതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അവർ ചെറുപ്പം മുതലേ ഈ പ്രോട്ടീൻ കൃത്യമായിട്ട് കഴിക്കുന്നുണ്ടാവില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് അവരുടെ മസിലുകളിൽ നിന്നെല്ലാം ഈ അമിനോ ആസിഡ്സ് ഒക്കെ എടുത്തിട്ട് മസിൽ വീക്ക് ആവുന്നുണ്ടാവും. പ്രായം കൂടുമ്പോൾ അതുകൊണ്ട് മസിലൊക്കെ വീക്കായിട്ട് പെട്ടെന്ന് വേദനകൾ വരും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ, നല്ല പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കുന്ന ആൾക്കാര്, പ്രോട്ടീനൊക്കെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്ന ആൾക്കാര്, അവരൊരു 60 വയസ്സൊക്കെ ആയാലും ഒരു 70 വയസ്സൊക്കെ ആയാലും ഫിറ്റ് ആയിട്ട് തന്നെ ഇരിക്കും. വലിയ ബോഡി പെയിൻ ഒന്നും ഉണ്ടാവില്ല. ആ ചെറുപ്പകാലത്ത് ഉണ്ടായിരുന്ന മസിൽ തന്നെ അധികം കേടുപാടുകളൊന്നും പറ്റാതെ അവര് കൊണ്ടു നടക്കുന്നുണ്ടാവും. ഇതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിലാണ് പ്രായമാകുമ്പോഴേക്കും നമ്മുടെ മസിലുകൾ ലൂസായി തുടങ്ങുന്നത്, വീക്കായി തുടങ്ങുന്നത്, മറ്റു വേദനകൾ വന്നു തുടങ്ങുന്നത്. അപ്പോൾ ഏറ്റവും നല്ല പ്രോട്ടീൻ ഉള്ള ഭക്ഷണം ഏതാന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ അത് ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് നേരത്തെ പറഞ്ഞ ബയോ അവൈലബിലിറ്റി, അതായത് ആ പ്രോട്ടീൻ എത്രത്തോളം നമ്മുടെ ശരീരത്തിന് കിട്ടും എന്നുള്ള കാര്യം ഇമ്പോർട്ടന്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണോ എന്ന്, അതായത് ആ 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും അതിലുണ്ടോ എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആണ്. ഈ 2 കാര്യത്തിന്റെ ബേസിസിലാണ് നമ്മൾ ഏറ്റവും നല്ല പ്രോട്ടീനുകൾ ഏതാന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് 4ാമത്തെ റാങ്ക് ഉള്ളത് ആരാന്ന് പറയാം. ഇതിൽ 4ാമത്തെ റാങ്ക് ഉള്ളത് പ്ലാന്റ് പ്രോട്ടീൻ ആണ്. അതായത് സോയയ്ക്കാണ് നമ്മൾ 4ാമത്തെ റാങ്ക് നൽകിയിട്ടുള്ളത്. ഈ സോയാബീൻ എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. നേരത്തെ പറഞ്ഞ 9 അമിനോ ആസിഡ്സും അതിലുണ്ട്. അത് നിങ്ങൾക്ക് ടോഫൂസ് ആയിട്ട് കഴിക്കാം, സോയാബീൻസ് ആയിട്ട് കഴിക്കാം, സോയ ചങ്ക്സ് ആയിട്ട് കഴിക്കാം. ഇതിനൊക്കെ പല റെസിപ്പികളും നമുക്ക് ഇപ്പോൾ യൂട്യൂബിൽ കിട്ടും അല്ലേ. അത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ് നമ്മൾ പറഞ്ഞു അല്ലേ. ബയോ അവൈലബിലിറ്റിയോ അതൊരു 75 മുതൽ 80% വരെയാണ് അതിന്റെ ബയോ അവൈലബിലിറ്റി കിട്ടുന്നത്. അതായത് നമ്മൾ കഴിക്കുന്ന പ്രോട്ടീന്റെ ഒരു 75 മുതൽ 80% വരെ നമ്മുടെ ശരീരത്തിന് തന്നെ കിട്ടുന്നുണ്ട്. ഒരു 50 ഗ്രാം സോയാബീൻ എടുത്താൽ അതിലൊരു 25 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അത് നമ്മുടെ ഫുള്ള് നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുമോ? ഇല്ല, ഒരു 15 ഗ്രാമേ കിട്ടുള്ളൂ. ബാക്കി 5%, ഒരു 5 ഗ്രാം ഒക്കെ വേസ്റ്റ് ആയിട്ട് പോകും. അപ്പോൾ 4ാം റാങ്കിലുള്ള പ്ലാന്റ് പ്രോട്ടീൻ ആണ് സോയാബീൻ എന്ന് പറഞ്ഞു. അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. അതല്ലെങ്കിലുള്ള മറ്റു പ്ലാന്റ് പ്രോട്ടീനുകൾ പറയുന്നത് നിലക്കടല നല്ലൊരു ഓപ്ഷൻ ആണ്. മറ്റുള്ളത് ഗ്രീൻ പീസ്, അതുപോലെ ചെറുപയർ, ഇതെല്ലാം നല്ല പ്രോട്ടീനുകളാട്ടോ. പക്ഷെ അത് ഫുൾ കംപ്ലീറ്റ് പ്രോട്ടീൻ അല്ല.
ഇനി കംപ്ലീറ്റ് പ്രോട്ടീൻ ആവാനുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അത് നമ്മുടെ ലെൻറ്റിൽസ്, പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം അതുപോലെ ലെൻറ്റിൽസ് ഒക്കെ റൈസും ആയിട്ട് ചേർത്ത് കഴിക്കുമ്പോൾ അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആവും. അപ്പൊ ചോറും ചെറുപയറും കൂടി കഴിക്കുമ്പോൾ നമുക്കൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ കിട്ടും. അതാണ് ഈ അംഗനവാടികളിലൊക്കെ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാറുണ്ട് അല്ലേ. അത് കംപ്ലീറ്റ് പ്രോട്ടീൻ ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കോമ്പിനേഷനിൽ കൊടുക്കുന്നത്. അങ്ങനെ കഴിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ചോറിന്റെ അളവ് കൂടരുത്. അങ്ങനെയാണെങ്കിൽ അത് കാർബോഹൈഡ്രേറ്റിന്റെ അളവാണ് കൂട്ടുന്നത്, അത് ഹെൽത്തി അല്ല. അപ്പൊ ഇനി നമുക്ക് മൂന്നാം സ്ഥാനമുള്ള പ്രോട്ടീൻ ഫുഡ് ഏതാന്ന് നോക്കാം. അതെന്ന് പറയുന്നത് പാലാണ്. പാലിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പ്രോട്ടീൻ ആണ്. അത് പാലാവാം, ചീസാവാം, തൈരാവാം. ഇതൊക്കെ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സ് ഉള്ള നല്ല പ്രോട്ടീനുകളാണ്, കംപ്ലീറ്റ് പ്രോട്ടീനുകളാണ്. അതിന്റെ ബയോ അവൈലബിലിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടുന്ന പ്രോട്ടീന്റെ അളവ് നോക്കിയാൽ അത് 90% കൂടുതലാണ്. ഒരു 100 ഗ്രാം പനീർ എടുത്താൽ അതിലൊരു 20 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അതിൽ 17-18 ഗ്രാം നമ്മുടെ ശരീരത്തിന് തന്നെ കിട്ടും. അതുപോലെ ഒരു ചീസിൽ 4 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിൽ 3 ഗ്രാം പ്രോട്ടീനും നമ്മുടെ ശരീരത്തിന് കിട്ടും. അതുപോലെ തന്നെയാണ് വീട്ടിൽ ഉണ്ടാക്കുന്ന തൈര്. ഒരു കപ്പ് തൈരിൽ ഏകദേശം ഒരു 4 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ അതിൽ 3 ഗ്രാം പ്രോട്ടീനും നമ്മുടെ ശരീരത്തിന് തന്നെ കിട്ടും. അതുപോലെയുള്ള നല്ലൊരു പ്രോട്ടീനാണ് യോഗേർട്ട്. അതും ഈ തൈരിൽ നിന്ന് ഉണ്ടാക്കുന്നത് തന്നെയാട്ടോ. പാലിൽ നിന്ന് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ യോഗേർട്ട് വെള്ളമൊക്കെ മാറ്റി കുറച്ചുകൂടി കട്ടി ഉണ്ടാവും അല്ലെ. അപ്പൊ ഒരു 100 ഗ്രാമിൽ നമുക്ക് 10 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അതിൽ 7 മുതൽ 8 ഗ്രാം പ്രോട്ടീൻ വരെ നമ്മുടെ ശരീരത്തിന് തന്നെ കിട്ടും. അപ്പോൾ കംപ്ലീറ്റ് പ്രോട്ടീൻ എന്ന രീതിയിലും ബയോ അവൈലബിലിറ്റി നോക്കിയാലും ഏറ്റവും നല്ല ഒരു പ്രോട്ടീൻ ആണ്. 3rd റാങ്കിലുള്ള പ്രോട്ടീൻ എന്ന് പറയുന്നത് പാലിലെ പ്രോട്ടീൻ ആണ്. അത് നിങ്ങൾക്ക് ചീസായിട്ടും യോഗേർട്ടായിട്ടും തൈരായിട്ടും ഒക്കെ കഴിക്കാം. വെജിറ്റേറിയൻസ് ആണെങ്കിൽ നിർബന്ധമായിട്ടും ഈ കംപ്ലീറ്റ് പ്രോട്ടീൻ ഉള്ള നേരത്തെ പറഞ്ഞ സോയാബീൻസ് അതുപോലെ മിൽക്കിലെ പ്രോട്ടീനുകൾ കഴിക്കാൻ തീർച്ചയായിട്ടും ശ്രദ്ധിക്കണം. എല്ലാ ദിവസവും ഈ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും ഒരു ഫുഡ് നിർബന്ധമായിട്ട് കഴിക്കുകയും വേണം. അടുത്ത ഇനി നമുക്ക് 2nd റാങ്ക് ഉള്ള ഫുഡ് ഏതാന്ന് നോക്കാം. അത് നോൺ വെജ് ഫുഡാണ്. എല്ലാവർക്കും അറിയാം അല്ലേ. ഈ നോൺ വെജ് ഫുഡ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് പ്രോട്ടീൻ ഉള്ളതാണ്. കാരണം അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള 9 എസെൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട്. നോൺ വെജ് എന്ന് പറയുമ്പോൾ ചിക്കൻ ആവാം, മട്ടൻ ആവാം, മീനാവാം, പ്രോൺസ് ആവാം. ഇതെല്ലാം കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. ഇതിന്റെ ബയോ അവൈലബിലിറ്റി നോക്കിയാലോ 95% കൂടുതലാണ്. പ്ലാന്റ് പ്രോട്ടീന് വെച്ച് നോക്കുമ്പോൾ ഏറ്റവും ബയോ അവൈലബിലിറ്റി കൂടുതലുള്ള സംഭവമാണ് നോൺ വെജ് എന്ന് പറയുന്നത്. ഒരു 100 ഗ്രാം ചിക്കനിൽ 30 ഗ്രാം പ്രോട്ടീൻ ഉണ്ടാവും. അത് കഴിച്ചാൽ നമുക്ക് 28 മുതൽ 29 ഗ്രാം പ്രോട്ടീൻ വരെ നമ്മുടെ ശരീരത്തിന് തന്നെ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ ഡയറ്റ് ഒക്കെ ചെയ്യുമ്പോൾ അതിൽ ചിക്കനും മട്ടനും ഒക്കെ ഉൾപ്പെടുത്താൻ ഒരു കാരണം. അടുത്തത് 1ാമത്തെ റാങ്കിലുള്ള ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻ സോഴ്സ് ആണ് പറയുന്നത്. ഇതുവരെ പറയാത്ത ഒരു പ്രോട്ടീൻ സോഴ്സ് ഏതാന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്താൽ മനസ്സിലാവും. ഏതാ അത്? എഗ്. അതിന്റെ ബയോ അവൈലബിലിറ്റി നോക്കുകയാണെങ്കിൽ 100% അതിന്റെ ബയോ അവൈലബിലിറ്റി. ഒരു മുട്ട കഴിച്ചാൽ അതിൽ 6 ഗ്രാം പ്രോട്ടീൻ ഉണ്ടെങ്കിൽ ആ 6 ഗ്രാമും നമ്മുടെ ശരീരത്തിന് തന്നെ ഫുൾ ആയിട്ട് കിട്ടും. കാരണം ഒരു മുട്ട എന്ന് പറയുമ്പോൾ അതിനൊരു ജീവൻ പുറത്തു വരേണ്ടതുണ്ട് അല്ലേ. അപ്പോൾ ആ ജീവൻ ഉണ്ടാവാനുള്ള സത്ത് മുഴുവൻ അതിനുണ്ടായിരിക്കണം. അത്രയും പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ആ മുട്ടയുടെ അകത്തുള്ളത്. അതൊരു കംപ്ലീറ്റ് പ്രോട്ടീൻ ആണ്. ബയോ അവൈലബിലിറ്റിയുടെ കാര്യം നോക്കിയാലും നമ്മൾ പറഞ്ഞു 100% ഉണ്ട് അതിന്റെ ബയോ അവൈലബിലിറ്റി. ഓവർ കുക്കൊക്കെ ആവാതെ ഒരു മീഡിയം കുക്കായിട്ട് നമ്മൾ അത് കഴിച്ചു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള കുറേ വൈറ്റമിൻസും മിനറൽസും ഉണ്ട്. കാൽഷ്യം ഉണ്ട്, വൈറ്റമിൻ ഡി ഉണ്ട്, അയൺ ഉണ്ട്. ഇതെല്ലാം നമുക്ക് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് 1st റാങ്ക് ഉള്ള ഏറ്റവും നല്ല പ്രോട്ടീൻ എന്ന് പറയുന്നത് എഗ് ആണ്. അത് ഏത് മുട്ടയാവാം, കോഴി മുട്ടയാവാം, കാടമുട്ടയാവാം, താറാവ് മുട്ടയാവാം, ഇതൊക്കെ അതിൽ ഉൾപ്പെടും. വെജിറ്റേറിയൻസിൽ എഗ് മാത്രം കഴിക്കുന്നവരുണ്ട് അല്ലെ. ബാക്കി നോൺ വെജ് ഒന്നും കഴിക്കില്ല, എഗ് കഴിക്കുന്നവര്. അങ്ങനെയുള്ളവരെ നിർബന്ധമായിട്ടും ആ ഓപ്പർച്യൂണിറ്റി ഉപയോഗിക്കണം. ആ എഗ് നന്നായിട്ട് കഴിക്കണം. ഒരു ദിവസം 2-3 എഗ് വരെ നമുക്ക് കഴിക്കാം. ഈ എഗ് എന്ന് പറയുമ്പോൾ അതിന്റെ ഉള്ളിലുള്ള മഞ്ഞയും കൂടി വരും കേട്ടോ. അതും കൂടി കൂടിയിട്ടാണ് നമ്മൾ അത് നല്ല പ്രോട്ടീൻ ആണെന്ന് പറയുന്നത്. വെള്ളം മാത്രം കഴിച്ചാൽ നമുക്ക് ഫുൾ ആയിട്ടുള്ള പ്രോട്ടീൻ. ഇപ്പൊ 4 റാങ്കുള്ള പ്രോട്ടീനുകൾ പറഞ്ഞു അല്ലെ. 4ാം റാങ്ക് നമ്മൾ സോയാബീനാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. 2ാമത്തത് പറഞ്ഞത് നമ്മുടെ പാലുൽപ്പന്നങ്ങളാണ്. 3rd പറഞ്ഞത് നോൺ വെജ് ആയിട്ടുള്ള ചിക്കൻ, മട്ടൻ പോലുള്ളവ. ഏറ്റവും 1st റാങ്ക് പറഞ്ഞിട്ടുള്ളത് എഗ്ഗിനാണ്. അപ്പൊ ഈ പ്രോട്ടീന്റെ ഒരുപാട് റെസിപ്പികളൊക്കെ ഉണ്ട് അല്ലേ.
നിങ്ങൾക്ക് റെസിപ്പികളൊക്കെ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞോളൂ. നമുക്ക് ഇനിയൊരു അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം. അപ്പോൾ പ്രോട്ടീൻ്റെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റിൽ പറയുക. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ പറയുക. ലീവ് ബെറ്റർ, ഫീൽ ബെറ്റർ. താങ്ക് യു.